മലപ്പുറം ചുങ്കത്തറയിൽ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെയും സംഘർഷം. UDF LDF തമ്മിലാണ് കയ്യാങ്കളി. LDF വിമതാംഗം നുസൈബയുടെ ദേഹത്ത് LDF അംഗങ്ങൾ ചാണകവെള്ളം തളിച്ചെന്ന് ആരോപിച്ച് UDF രംഗത്ത് വന്നു. CV അനുമോദ് ചേരുന്നു. അനുമോദ്, PV അൻവറിന്റെ പിന്തുണയോടുകൂടി നടത്തുന്ന നീക്കം ഭരണം തന്നെ നഷ്ടമാകുമോ എന്നുള്ളൊരു സാധ്യത, സ്വാഭാവികമായിട്ട് ഇതൊരു കയ്യാങ്കളിയിലേക്കൊക്കെ നീങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത്? നാടകീയ നീക്കങ്ങളാണ് ചുങ്കത്തറയിൽ നടക്കുന്നത്. പഞ്ചായത്തിനുള്ളിൽ അവിശ്വാസ പ്രമേയ ചർച്ച നടത്തുമ്പോൾ LDF അംഗങ്ങൾ വിമതയായ നിസീബയ്ക്കെതിരെ നിൽക്കുന്ന നിസീബയ്ക്കെതിരെ ചാണകവെള്ളം തളിച്ചു എന്നാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ട് UDF ഉന്നയിച്ചിരിക്കുന്നത്. നേരിയ കയ്യങ്കളിയും പഞ്ചായത്തിനകത്തും ഉണ്ടായി. പോലീസ് എത്തി രംഗം ശാന്തമാക്കിയായിരുന്നു. അതേസമയം ഇതിന് പുറത്ത്, പഞ്ചായത്തിന് പുറത്തും സംഘർഷം പല തവണയായി ഉണ്ടാകുന്നുണ്ട്. ഒരു അൻവറിന്റെ അണികൾ വന്ന വാഹനം LDF പ്രവർത്തകർ തടഞ്ഞു, അത് ചോദ്യം ചെയ്തു. പോലീസ് എത്തി പ്രവർത്തകരുമായി വാക്കുതർക്കമായി. പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. LDF പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ മാറി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. പഞ്ചായത്തിന്റെ ഒരു ഭാഗത്ത് LDF പ്രവർത്തകരും മറുഭാഗത്ത് UDF പ്രവർത്തകരുമാണുള്ളത്. ഇവർക്കിടയിൽ പോലീസിന്റെ വലിയ സന്നാഹം നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ പ്രതിഷേധ സൂചകമായി ഇപ്പോൾ LDF പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പോലീസിന്റെ നടപടികളിൽ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതേസമയം അവിശ്വാസ ചർച്ച പഞ്ചായത്തിന്റെ ഉള്ളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയമാണ് LDF പ്രവർത്തകർ പുറമെ വലിയ പ്രതിഷേധവുമായി പോലീസുമായി ഇപ്പോൾ കൊമ്പ് കോർത്തുകൊണ്ടിരിക്കുന്നത്. PV അൻവർ സ്ഥലത്തെത്തും എന്നുള്ള വിവരമൊക്കെ ഉണ്ടായിരുന്നല്ലോ അനുമോദെ. ആ തരത്തിൽ അങ്ങനെ എത്താറുള്ള ഒരു സാധ്യതയുണ്ടോ? UDFന്റെ നേതാക്കളൊക്കെ ഉണ്ടോ സ്ഥലത്ത്? അൻവർ ഇതിനോടകം തന്നെ സ്ഥലത്തുണ്ട്. അൻവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അൻവർ പറയുന്നത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോ ഈ ചുങ്കത്തറയിലെ ഭരണമാറ്റത്തോടെ ഉണ്ടാവുക. ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നേരത്തെ UDFന്റേതായിരുന്നൊരു വാർഡിൽ 200-ലധികമാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി തന്നെ വിജയിച്ചിരിക്കുന്നത്. ചുങ്കത്തറയിലെ ഭരണമാറ്റത്തിന് പിന്നാലെ നിലമ്പൂർ മണ്ഡലത്തിൽ മറ്റൊരു മണ്ഡലത്തിലും ഭരണമാറ്റം ഉണ്ടാകുമെന്ന തരത്തിലുള്ള വലിയ ആത്മവിശ്വാസമാണ് അൻവർ പുറപ്പെടുവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പങ്കുവയ്ക്കുന്നത്. ഇതാണെങ്കിലും സംഘർഷഭരിതമാണ് ചുങ്കത്തറയിലെ സാഹചര്യങ്ങൾ. പോലീസും LDF പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളി തുടരുന്ന സാഹചര്യം കൂടിയാണ് ഇവിടെ. അപർണ, കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ചുങ്കത്തറയിലെ ഭരണം LDFന് നഷ്ടമാകുമെന്നുള്ളൊരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീടുന്നു. അവിശ്വാസ പ്രമേയം UDF കൊണ്ടുവരുമ്പോൾ ഇടത് അംഗം തൃണമൂൽ കോൺഗ്രസിലെ മണ്ഡലം കമ്മിറ്റി ചെയർമാന്റെ ഭാര്യ കൂടിയായ നുസൈബ സുധീർ UDFനൊപ്പം നിൽക്കുന്നു എന്നുള്ള സാഹചര്യം കൂടിയാണ്. വീണ്ടും ഇടവേള.